എല്ലാവർക്കും നമസ്തേ. കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്ത മേധാവിയായിട്ടുള്ള കമ്പനി CMRലും മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവും സർവോപരി CPMൻ്റെ പരമോന്നത നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും ഇടയ്ക്കുള്ള മാസപ്പടി കേസ് ഒരു പ്രധാന വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. കാരണം ഈ മാസപ്പടി കേസ് അത് കള്ളപ്പണം വെളുപ്പിച്ചോ എന്നുള്ള അന്വേഷണ പരിധിയിൽ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കോടതികൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ്റെ മകളും ശശിധരൻ കർത്തായി. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇവരുടെ ഹർജി തള്ളിയതിനെ തുടർന്ന് EDക്ക് അന്വേഷണത്തിനുള്ള അധികാരം ഉണ്ട് എന്ന് വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. ED ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്തായുടെ CMRലിൻ്റെയും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെയും കമ്പനികളാകെ റെയ്ഡ് നടത്തി, 12 ഇടത്ത് റെയ്ഡ് നടത്തി. ഇതേ തുടർന്ന് പിണറായി വിജയൻ്റെ വീടും റെയ്ഡ് നടത്തി. അതിന് കാരണം പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ പിണറായി വിജയനോടൊപ്പം താമസിക്കുന്നതുകൊണ്ട് അവർ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചുകൊണ്ട് പോയി. അന്ന് നടന്ന സംഭവം നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ കലാപത്തിന് ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികൾക്ക് റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം അണികളോട് പറഞ്ഞ എന്താണ്, നിരവധി പ്രതിസന്ധികളിൽ താൻ തരണം അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും അന്നൊക്കെ പാർട്ടി അണികൾ കൂടെ നിന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നമ്മൾക്കൊന്നിച്ച് നിന്ന് പോരാടാം എന്നുള്ള ഒരു ആഹ്വാനം പരോക്ഷമായി കലാപാഹ്വാനം നടത്തി. ആ ആഹ്വാനത്തെ തുടർന്ന് പാർട്ടി നേതാക്കളായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MP മാരായ AA റഹീം, ജോൺ ബ്രിട്ടാസ്, MLA വി ജോയ് ഉൾപ്പെടെ നിരവധി മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ അവിടെ പാർട്ടി അണികൾ ഒത്തുചേരുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുകയുമായിരുന്നു ഉണ്ടായത്. റെയ്ഡ് നടത്തി തിരിച്ചു പോകാൻ വാഹനത്തിൽ കയറി യാത്ര തിരിച്ച ED ഉദ്യോഗസ്ഥരെ, വനിത ഉൾപ്പെടുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വധിക്കാനാണ് CPM ശ്രമിച്ചത്. ആ കൂട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രിമാരായ ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, MP മാരായ മുൻപ് പറഞ്ഞ ആൾക്കാർ എല്ലാം തന്നെയാണ് ഈ ആൾക്കൂട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി. അതെന്തിനാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന തങ്ങളുടെ പരമാധികാരിയെ അകത്താക്കുമോ എന്നുള്ള ഒരു ഭയം കാരണം അദ്ദേഹം ആഹ്വാനം ചെയ്ത് കലാപാഹ്വാനം നടപ്പിലാക്കാനാണ് ഈ നേതാക്കൾ ശ്രമിച്ചത്. അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. പിണറായി വിജയൻ മകളെ തൻ്റെ അഴിമതിക്ക് ഒരു മറയായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കരിമണൽ ഖനനം തന്നെ അറിയാം. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയം തൊട്ട് കേന്ദ്ര സർക്കാർ ഈ ഖനനം നിരോധിച്ചിട്ടും കർത്തായിക്ക് അദ്ദേഹത്തിൻ്റെ CMRലിന് അനുവാദം നൽകുകയായിരുന്നു ചെയ്ത് കരിമണൽ ഖനനം നടത്താൻ. അങ്ങനെ അദ്ദേഹം സഹസ്ര കോടികളാണ് കരിമണൽ ഖനനത്തിലൂടെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയതിലൂടെ സമ്പാദിച്ചത്. അതിൻ്റെ ഒരു വിഹിതം പിണറായി വിജയന് കൊടുത്തുകൊണ്ടിരുന്നു. അത് പിണറായി വിജയൻ നേരിട്ട് വാങ്ങാതെ, പിണറായി വിജയൻ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു. ഈ അഴിമതി കാണിക്കുന്നതിന് അഴിമതി പണം മൊത്തം മകളുടെ പേരിലൊരു കമ്പനി ഉണ്ടാക്കി അതിൽ കൂടിയാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം നേരിട്ട് പണം വാങ്ങിയിട്ടില്ല. മകളുടെ ഈ കടലാസ് കമ്പനി, വ്യാജ കമ്പനിയിൽ കൂടി അദ്ദേഹം പണം സ്വീകരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പിടിക്കപ്പെട്ടത്. ഇത്രയും പ്രശ്നം രൂക്ഷമാകാൻ കാരണം BJP നേതാവ് ഷോൺ ജോർജിൻ്റെ പരിശ്രമഫലമാണ്. അദ്ദേഹമാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. കോടതികളെല്ലാം കയറി ഇറങ്ങി ഇവരെ എന്തു വന്നാലും പൂട്ടും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം
പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. ഇങ്ങനെ പിടിക്കപ്പെടും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഉദ്യോഗസ്ഥരെ വധിച്ചാൽ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറും എന്നുള്ള ഒരു ചിന്തയായിരുന്നു CPM നേതാക്കൾക്കും പിണറായി വിജയനും ഉണ്ടായത്. പക്ഷേ ഉദ്യോഗസ്ഥർ അങ്ങനെ ഭയപ്പെടുന്നവരല്ല എന്നുള്ളത് കൊണ്ട് അവർ കോടതിയുടെ ഉത്തരവ്, ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്ന ഉടൻ തന്നെ, ഒന്ന് ആലോചിച്ച് നോക്കുക, കരിമണൽ കർത്ത ഈ അന്വേഷണത്തിനെതിരായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരായിട്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച് ചെയ്തത്. എന്നിട്ട് ഇവർ ആവശ്യപ്പെട്ടു 2 ആഴ്ചയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി 2 ആഴ്ചത്തേക്ക് ഈ സുപ്രീം കോടതിയിൽ പോകാനുള്ള സാവകാശം ആ സമയത്ത് നടപടി എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് അനുവദിച്ചില്ല. ഉടൻ തന്നെ ഈ കേസിൻ്റെ പ്രത്യേകത എത്രമാത്രമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ EDയുടെ തലവൻ ഡയറക്ടർ കേരളത്തിലെത്തി ഉടൻ തന്നെ ചർച്ച നടത്തി വേണ്ട നിർദ്ദേശങ്ങളുമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നമ്മളതൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു കേസാണ് ഈ കരിമണൽ കർത്തായും പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ആ മാസപ്പടി കേസ്. പിണറായി വിജയൻ തന്നെയാണ് ഇതിനകത്തിലെ മുഖ്യ കണ്ണി. മകളെ മറയാക്കിക്കൊണ്ട് അഴിമതി നടത്തിയത് പിണറായി വിജയൻ തന്നെയാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് നടത്തിയ വിദേശ യാത്രകളെല്ലാം ദുരൂഹമല്ലേ? ചികിത്സാർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നത് എന്തിനായിരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ അഴിമതി പണം വിദേശ ബാങ്കുകളിലേക്ക് കടത്തിയിട്ടുള്ളതിൻ്റെ കണക്ക് അത് എങ്ങനെയുണ്ട്, അതിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയല്ലേ അദ്ദേഹം പോയതെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വിദേശത്തേക്ക് അഴിമതിപ്പണവും ഒളിപ്പിക്കാൻ പോയതല്ലേ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതൊരു ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹത്തിന് അസുഖമായാൽ ചികിത്സയ്ക്ക് പോയാൽ ആ ജനങ്ങളെ തനിക്ക് ഇന്ന അസുഖമാണെന്നും അതിനുള്ള ചികിത്സയ്ക്ക് ഇന്നടത്ത് പോകുന്നുവെന്നും അറിയിക്കുന്നത് അത് ഉത്തരവാദിത്വമാണ്. ഇതറിയിക്കാതെ തനിക്ക് എന്ത് അസുഖമാണെന്നോ ഒന്നും അറിയിക്കാൻ ഞാൻ ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോക്കാൻ പോകുന്നു. വെറും പോക്കല്ല പോകുന്നത്, കുടുംബസമേതം പോകുന്നു. അവിടെ പോയിട്ട് മകനെ കാണുന്നു, കുറേ നാൾ മകനോടൊപ്പം താമസിച്ചിട്ട് തിരിച്ചു വരുന്നു. ഈ മകൻ എന്താണ്, വിദേശത്തൊരു ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ. അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ആ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞ വിവരം അനുസരിച്ച് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടി ഈ CMRL തന്നെയല്ല, ലാവലിൻ ഉൾപ്പെടെയുള്ളവർ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് മുഖ്യമന്ത്രിക്ക് പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള കൈക്കൂലിപ്പണം ഇവരുടെ അക്കൗണ്ടിൽ കൂടി, അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി എന്ന പേരിൽ വിദേശ ബാങ്കിൽ വേറൊരാളുമായി ചേർന്ന് അക്കൗണ്ട് തുറന്നിട്ട് അതിൽ കൂടി കോടാനുകോടികളാണ് കൈമറിഞ്ഞിട്ടുള്ളത്, കൈമാറ്റം ചെയ്തിട്ടുള്ളത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്തിൽ അത് പ്രത്യേകത അതല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലം തൊട്ടേ തുടങ്ങിയതാണെന്നാണ് പറയുന്നത് ഈ അഴിമതി, ഈ ധനസമ്പാദനം. കാരണം CPMൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് മുകളിലാണ് പാർട്ടി സെക്രട്ടറി. പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും അദ്ദേഹം പാവയായിരുന്നു, അദ്ദേഹത്തിന് ഒരു അധികാരമില്ലായിരുന്നു, പിണറായി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് തൊട്ടേ പിണറായി വിജയൻ അഴിമതി നടത്തിക്കൊണ്ടിരുന്ന പണം, കോടിക്കണക്കിന് പണം ഇങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്, സുരക്ഷിതമായും രഹസ്യമായും കൈകാര്യം ചെയ്തിരുന്നത് എന്നാണിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. CPM എന്ന് പറയുന്നത് തന്നെ അത് ഒരു പാർട്ടി അല്ലാതായിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. ശരിയായിട്ടൊരു അന്വേഷണം നടത്തിയാൽ AKG സെൻറ്ററിൻ്റെ പേരിൽ എത്രമാത്രം വ്യാജ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ പിണറായി വിജയൻ്റെ മകൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയപ്പോൾ അതിന് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായ AKG പോയിൻ്റ് അഡ്രസ്സാണ്.
ഒരിടത്തും ഒരിക്കലും ഒരു പാർട്ടിയിലും സംഭവിക്കാത്ത കാര്യമാണ് അത്. അഴിമതിയുടെ കൂത്തരങ്ങായ കോൺഗ്രസ് പോലും അവരുടെ പാർട്ടി ഓഫീസിൻ്റെ അഡ്രസ്സ് വെച്ചൊരു ഇതൊരു വ്യാജ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനർത്ഥം തന്നെ എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആസ്ഥാനം ഇതേപോലുള്ള വ്യാജ കമ്പനികളുടെ ആസ്ഥാനം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഈ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു ഇതേപോലെ ഒരു അഴിമതിയുടെ ഒരു കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? പാർട്ടി ഓഫീസ് എന്നുള്ള പരിഗണന വെച്ച് പോലീസോ അന്വേഷണമോ അങ്ങോട്ട് ചെല്ലത്തില്ല, അതോ അന്വേഷിക്കാൻ ആരെങ്കിലും ചെന്നാൽ അവരെ ഇതേപോലെ കയ്യേറ്റം ചെയ്യാം, അവരെ ഇല്ലായ്മ ചെയ്യാം, ആ ഒരു ഭയം കൊണ്ട് ഉദ്യോഗസ്ഥരാരും അവിടെ ചെല്ലത്തില്ല എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയല്ല, മകളെ എന്തിനാണ് പിണറായി വിജയൻ എപ്പോഴും കൂടെ തന്നെ താമസിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ അവർ ജീവിക്കുന്നത് എവിടെയാണ്? അവരുടെ ഭർത്തൃവീട്ടിലാണ്, ഭർത്താവിനോടൊപ്പം ഭർത്തൃവീട്ടിലാണ് ജീവിക്കുന്നത്. പിണറായി വിജയൻ്റെ മകൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, മകളുടെ ഭർത്താവിന് വീടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് കൂടി അവിടെയൊന്നും താമസിപ്പിക്കാതെ പിണറായി വിജയൻ എന്തിനാണ് മകളെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചത്? അതിനും കാരണമുണ്ട്. അതിനെന്താണ് കാരണം? മുൻ മുഖ്യമന്ത്രിയായ തൻ്റെ വീട്ടിൽ, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുമല്ല, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ഒരു പരിരക്ഷയുണ്ട്. ഈ ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവിന്. അങ്ങനെയുള്ള ആ ഒരു പരിരക്ഷയിൽ തൻ്റെ വീട്ടിൽ മകളെ താമസിപ്പിച്ചാൽ റെയ്ഡ് നടത്തുകയില്ല, രേഖകളെല്ലാം രഹസ്യമായിട്ട് ഭദ്രമായിട്ട് ഇരുന്നുകൊള്ളും എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെയാണ് അദ്ദേഹം മകളെ കൂടെ താമസിപ്പിച്ചതും ഉദ്യോഗസ്ഥരവിടെ റെയ്ഡ് ചെയ്യാൻ ചെല്ലുകയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ. ഒപ്പം തന്നെ പാർട്ടിയിൽ ശക്തമായ എതിർപ്പുണ്ടായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചു വാങ്ങിയതും ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പിടിച്ചു വാങ്ങിയതല്ല, താൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവെന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിച്ചത്. കാരണം പിണറായി വിജയൻ ആണ് ആ പാർട്ടിയുടെ പരമാധികാരി, പിണറായി വിജയൻ്റേതാണ് അവസാന വാക്ക്. പിണറായി വിജയൻ തീരുമാനിക്കുന്ന കാര്യമാണ് CPM-ൽ നടക്കുന്നത്. അപ്പോൾ താൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവായതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ്. ക്യാബിനറ്റ് പദവി ഉള്ളതുകൊണ്ട് ആ നിയമസംരക്ഷണം ലഭിക്കും, പരിരക്ഷ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെ തുനിഞ്ഞത്. മകളെ ഭർത്തൃവീട്ടിലോ മകളുടെ വീട്ടിൽ താമസിപ്പിക്കാതെ കൂടെ താമസിപ്പിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചത് റെയ്ഡ് നടക്കില്ല എന്നായിരുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ആ ഒരു ഭയത്തിനതീതമായി അവർ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ജനങ്ങളെ ഇളക്കി വിട്ട് ഏറ്റവും വലിയ കഷ്ടം അതല്ല. ഇവരെന്നിട്ട് എന്തുകൊടുത്തു? പോലീസ്, ഇപ്പോഴും കേരളത്തിലെ പോലീസുകാർ പിണറായി വിജയൻ്റെ താളത്തിന്, CPM-ൻ്റെ താളത്തിന് തുള്ളുന്ന പോലീസുകാരാണ് ഈ നിയമപരിപാലന രംഗത്തുള്ളത്. അല്ലാതുള്ളവരെ എല്ലാം അപ്രസക്തമായിട്ടുള്ള സ്ഥാനങ്ങളിലോട്ട് വിട്ടു. ഈ ക്രൈംബ്രാഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ MD ആയിട്ട് വിട്ടു, അങ്ങനെ അല്ലെങ്കിൽ ക്യാമ്പിലോട്ട് വിട്ടു, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വിജിലൻസ് വിട്ടു, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് ക്രമസമാധാന പാലനം പിണറായി വിജയൻ്റെ താളത്തിന് തുള്ളുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഈ പാർട്ടി അണികൾക്കും ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പാർട്ടി അണികൾ ഈ ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുന്നതിന് മൂകസാക്ഷികളായിട്ട് നിന്ന് അവർക്കതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അല്ലായിരുന്നു എന്നുണ്ട് എന്നിട്ടും ഈ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെ പേരിൽ കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. സാധാരണ ഒരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായാൽ എന്താണ് ചെയ്യുക? അതിന് നേതൃത്വം നൽകിയവരെയാണ് മുഖ്യപ്രതികളാക്കുന്നത്. ഇവിടെ ഈ ഗോവിന്ദനെയും ബ്രിട്ടാസിനെയും റഹീമിനെയും വി ശിവൻകുട്ടിയെയും കടകംപള്ളി സുരേന്ദ്രനെയും വി ജോയി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരിൽ കേസെടുക്കാതെ സർവോപരി ഇവരുടെ പരമാധികാരിയായ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്ത, അക്രമത്തിന്
പരോക്ഷമായി ആഹ്വാനം ചെയ്ത പിണറായി വിജയൻ്റെ പേരിൽ പോലും കേസെടുക്കാതെ പോലീസുകാരും ഇവരുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസുകാരെ മര്യാദ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള വസ്തുത. പക്ഷേ ഇത് കേന്ദ്ര ഏജൻസി വളരെയേറെ ഗൗരവതരമായി എടുത്തിട്ടുണ്ട്. അവർ അന്വേഷണം ഇപ്പോൾ വീണ ജോർജിനെ എതിരെയാണെന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇതിനകത്തിലെ അഴിമതിയുടെ പ്രധാനിയായ പിണറായി വിജയനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിലൊരു സംശയവുമില്ല. പിണറായി വിജയനും മകളോടൊപ്പം തന്നെ അഴി എണ്ണേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നിസ്സംശയം നമ്മൾക്ക് പറയാം. അതാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനത ആഗ്രഹിക്കുന്നത്. കാരണം തങ്ങളുടെ വോട്ട് വാങ്ങി മേടിച്ച് തങ്ങളെ വിറ്റ് വീർത്ത് കോടികൾ സമ്പാദിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തെ താങ്ങിക്കൊണ്ട് നടന്നവർ മനസ്സിലാക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.